ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ വാഹനമിടിപ്പിച്ച് കോമയിലാക്കിയ കേസിൽ പ്രതി ഷെജിൽ പിടിയിൽ. കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പിടിയിലായത്. കഴിഞ്ഞ ഫെബ്രുവരിയിലുണ്ടായ അപകടത്തിൽ കുട്ടിയുടെ മുത്തശ്ശി മരിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനൽക സയ്യിദ് MP ചേരുകയാണ്. അനൽക, എങ്ങനെയാണ് ഇയാളെ പിടിച്ചത്? രുചീഷ്, ഈ ഏറെ അതായത് എല്ലാവരും സങ്കടപ്പെടുത്തിയിട്ട് ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഈ വടകരയിലെ ഈ കുട്ടിയെ, അതായത് ദൃശാനെ വാഹനം പിടിപ്പിച്ച് കോമയിലാക്കിയ സംഭവം എന്ന് പറയുന്നത്. ഇതിൽ പ്രതിയായിട്ടുള്ള ഷെജിലിനെ ഇപ്പോൾ ഈ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിനുശേഷം പ്രതി അതായത് വിദേശത്തേക്ക് കടന്നിരുന്നു. അതിനുശേഷം പ്രതിക്ക് വേണ്ടിയിട്ട് പോലീസ് പഴുതടച്ച് അന്വേഷണം നടത്തി. അതായത് പോലീസിന്റെ എല്ലാ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് പോലീസ് പരിശോധന നടത്തി. അതായത് CCTVകളും അതോടൊപ്പം തന്നെ ഈ ജില്ലയിലെ തന്നെ വിവിധ രജിസ്ട്രേഷനുള്ള കാറുകളൊക്കെ തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി ഷെജിൽ എന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. ഇതിനുശേഷം പ്രതിക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. അങ്ങനെയാണ് പ്രതിയെ ഇപ്പോൾ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ച് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വടകര പുറമേരി സ്വദേശിയാണ് ഷെജിൽ. അതോടൊപ്പം തന്നെ ഈ പ്രതി ഷെജിലാണ് പ്രതി ഉറപ്പിച്ചതിന് ശേഷം പോലീസ് ഈ ഷെജിലിനെ വിദേശത്ത് നിന്നും നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. ഏറെ ദുഷ്കരം നിറഞ്ഞ അന്വേഷണമായിരുന്നു നടന്നത്. പോലീസ് നടത്തിയ നിരന്തരമായിട്ടുള്ള അന്വേഷണത്തിലൂടെയായിരുന്നു പോലീസ് പ്രതിയെ കണ്ടെത്തിയത്. മതിലിൽ ഇടിച്ച കാർ ഇൻഷുറൻസ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഈ വാഹനം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതി ഈ ഇൻഷുറൻസ് കമ്പനികളെ തെറ്റിദ്ധരിപ്പിച്ച് അത് ഇൻഷുർ ചെയ്യാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നതിനിടയിലാണ് ഈ പോലീസിന്റെ ശ്രദ്ധയിൽ ഇത് പെടുകയും പോലീസ് പ്രതിയെ ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഈ അപകടത്തിന് ശേഷം തെളിവ് നശിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നതായും ഈ ക്രൈംബ്രാഞ്ച് DYSP VV ബെന്നി ഇത് അന്വേഷിച്ചിരുന്ന VV ബെന്നി വ്യക്തമാക്കിയിരുന്നു. ഫെബ്രുവരി 17 ദേശീയപാതയിലെ വടകര ചേറോഡിൽ ഈ അപകടം നടക്കുന്നത്. ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും കുട്ടിയുടെ മുത്തശ്ശി 62 വയസ്സാണ് മുത്തശ്ശി മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇരുവരും ഇടിച്ചുവെച്ച കാർ പിന്നീട് അന്ന് നിർത്താതെ പോവുകയായിരുന്നു. ആ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും അന്നിത് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കേസിൽ നിരവധി പേരുടെ മൊഴികൾ എടുക്കുകയും അതോടൊപ്പം തന്നെ സമീപത്തെ ഈ കാറിന്റെ വർക്ക്ഷോപ്പുകളിലൊക്കെ തന്നെ പോലീസ് സംഘം അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഇത്രയും ഇടപെടലുകൾ നടന്നെങ്കിലും 9 വയസ്സുകാരെ ആരോഗ്യനിലയിൽ ആ ഘട്ടത്തിൽ പുരോഗതി ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ ഘട്ടത്തിൽ പോലീസ് അന്വേഷണം വീണ്ടും ഊർജിതമാക്കിയ സമയത്ത് ഈ പ്രതിയെ കണ്ടെത്തുകയും പ്രതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും പ്രതി ഷെജിൽ ഇപ്പോൾ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായിട്ടുണ്ട്. ഈ വടകരയിൽ നിന്നുള്ള സംഘം കോയമ്പത്തൂരിൽ എത്തുന്ന ഉടനെ തന്നെ പ്രതിയെ കൈമാറുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. രുചീഷ്, ശരി അനൽക. വടകര ചോറോട് 9 വയസ്സുകാരിയെ കോമയിലാക്കുകയും ആ കുട്ടിയുടെ മുത്തശ്ശി മരണപ്പെടുകയും ഇടയാക്കിയ വാഹനാപകടത്തിൽ പ്രതിയായ ഷെജിലിനെ ഒടുവിൽ പോലീസ് പിടിച്ചിരിക്കുന്നുവെന്ന വാർത്തയാണ് വരുന്നത്. കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോഴാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്ന സാഹചര്യത്തിൽ ഷെജിൽ പിടിയിലായത്. വിവരങ്ങൾ നൽകിയായിരുന്നു അനൽക സയ്യിദ്.